നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മഹാദേവന്റെയും ജാനകിയുടെയും മൂത്ത മകനായ സിദ്ധാർത്ഥന്റെ വിവാഹം കൂടി നടത്തണമെന്ന് ഞങ്ങൾക്കുണ്ട്. അവനു വേണ്ടി ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ദേവിക. ഞങ്ങളുടെ അഭിപ്രായത്തെക്കാളും പ്രധാനം അഞ്ജിതയുടെ അഭിപ്രായമാണ്. അവള് പറയട്ടെ. അഞ്ജിത, നിങ്ങളൊക്കെ എന്ത് തീരുമാനിക്കുന്നു അത് തന്നെ എന്റെ അഭിപ്രായം. അതുപോലെ ചെയ്യാം. അഭിഷേകും അഞ്ജിതയും തമ്മിൽ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇവര് തമ്മിൽ പരിചയമൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ ഇവര് നന്നായി ഒന്ന് പരിചയപ്പെട്ടല്ലേ. അഭി, ചെല്ല്. നിനക്ക് ചോദിക്കാനും പറയാനുള്ളതൊക്കെ നേരിട്ടങ്ങ് ചോദിക്കും. ചെല്ലടാ. ചെല്ലടി. അതൊക്കെ തന്നെ. നമ്മൾ തമ്മിൽ കണ്ടു പിരിയുമ്പോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നീട് നമ്മൾ കാണുമെന്ന്. ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്കിടയിൽ ഉണ്ടാവുമെന്ന് ഞാൻ വെറുതെ പോലും ചിന്തിച്ചിരുന്നില്ല. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് കാണുമ്പോഴാണല്ലോ നമ്മൾ ബന്ധുക്കളാണെന്ന് പോലും അറിയുന്നത്. പക്ഷെ ഒരു സത്യം തുറന്നു പറയാതിരിക്കുന്നത് മര്യാദയല്ല. അത് ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തന്നോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. സോറി, അതിന് വേറെ അർത്ഥമൊന്നും കണ്ടേക്കരുത് കേട്ടോ. ഇഷ്ടം എന്ന് വെച്ചാ വെറുതെ ഒരു ഇഷ്ടം. അതിപ്പോ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്ക? നമുക്ക് ഈ പൂവിനോടും പൂമ്പാറ്റിയോടും ഓമനത്തുള്ള കുഞ്ഞു വാവലോടൊക്കെ തോന്നുന്നൊരു ഇഷ്ടമില്ലേ, അതുപോലെ ഇഷ്ടം. അത് കൊള്ളാലോ. അപ്പൊ അന്നേ എന്നെ ഇഷ്ടായിരുന്നു അല്ലേ? കൊച്ചു കള്ള്. അഞ്ജിത എന്താ ചിന്തിക്കുന്നേ? ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടില്ലെന്നുണ്ടോ? ഏയ്, പറഞ്ഞു. പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടതിന് ശേഷമാണ് മറ്റു വിവരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. ഋഷിയേട്ടൻ ഗോപികയെ വിവാഹം കഴിച്ചത് അവർ തമ്മിലുണ്ടായിരുന്ന ഇഷ്ടം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഋഷിയേട്ടനെ കുറ്റപ്പെടുത്താനും ആവില്ല. എങ്കിലും അഞ്ജിതയുടെ കാര്യം ഓർത്തപ്പോ എനിക്ക് അഞ്ജിതയോട് വല്ലാത്ത സഹതാപം തോന്നി. ഹാ, മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ് എന്നാണല്ലോ. ഒരു പക്ഷേ അഞ്ജിത ആ ഷോക്കിൽ നിന്ന് കരകയറുന്നതിന് മുൻപായിരിക്കും എന്റെ പ്രപ്പോസൽ വരുന്നതല്ലേ. തന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, താൻ ഈ കുടുംബത്തിന് വേണ്ടി ത്യാഗം സഹിക്കുകയാണോ അതോ തനിക്കെന്നെ ശരിക്കും ഇഷ്ടമായോ? പറയടോ, തനിക്കെന്നെ ശരിക്കും ഇഷ്ടമായോ? എനിക്കിഷ്ടാ. എങ്കിലും എല്ലാം വീട്ടുകാര് തീരുമാനിക്കുന്നത് പോലെ മതി. അത് മതി.
എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലേ ജാതകദോഷം മാറി ഋഷിയും ഗോപികയും സുഖം പ്രാപിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരൂ. നമുക്ക് നടത്താം. നിങ്ങൾ തീരുമാനിക്കുന്നതനുസരിച്ച് നമുക്ക് നടത്താം. ഗോപിക്ക് എന്തെങ്കിലും ജാതകദോഷമുണ്ടെങ്കിൽ അത് ഈ കല്യാണത്തോടെ മാറട്ടെ. അതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളുടെ വർത്തനൊക്കെ കഴിഞ്ഞോ? സംസാരിച്ചിട്ട് എന്ത് തോന്നി? നിനക്ക് പെൺകുട്ടി ഇഷ്ടായോ? വാ തുറന്ന് പറയടാ. ഇഷ്ടമായി. അഞ്ജിതയ്ക്കോ? അഞ്ജിതയ്ക്ക് അഭിഷേകിനെ ഇഷ്ടായോ? പെണ്ണിനും ചെക്കനും ഇഷ്ടായ സ്ഥിതിക്ക് ഇനി എത്രയും പെട്ടെന്ന് മുഹൂർത്തം നോക്കി നമുക്ക് നാളെ കുറിച്ചൂടെ? നാളും മുഹൂർത്തമൊക്കെ കുറിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിന് സമ്മതമാണെങ്കിൽ മാത്രമേ അഞ്ജിതയും അഭിഷേകം തമ്മിലുള്ള വിവാഹം നടക്കൂ. എന്താ ഡിമാൻഡ്? മുത്തശ്ശി പറഞ്ഞോളൂ. അഭിഷേകിന്റെ വിവാഹത്തിനൊപ്പം തന്നെ മഹാദേവന്റെയും ജാനകിയുടെയും മൂത്ത മകനായ സിദ്ധാർത്ഥന്റെ വിവാഹം കൂടി നടത്തണമെന്ന് ഞങ്ങൾക്കുണ്ട്. അവന് വേണ്ടി ഞങ്ങൾ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ദേവിക. ദേവിക ആ വിവാഹത്തിന് സമ്മതിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.